നമസ്കാരം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ആറാം ഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഓരോ ജാതകത്തിലെ ഓരോ ഭാവത്തെക്കുറിച്ചും ഓരോ രാശികളെക്കുറിച്ചും നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന് ഒരു അവസാനമില്ല. ഇന്നെടുത്തത് ഫുൾ സ്റ്റോപ്പ് ആയിരിക്കുന്നു, ഇന്ന ഭാവത്തേക്കുള്ള അറിവ് പൂർണ്ണമായിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത്രയും അനന്തമാണ് ജ്യോതിഷത്തിലെ അറിവുകൾ എന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആറാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ തരാനാണ് ഈ വീഡിയോ. അതായത് നിങ്ങളുടെ ആറാം ഭാവത്തിൽ സൂര്യനാണെങ്കിൽ, സൂര്യൻ ഗവൺമെൻറ്റിനെ, പിതാവിനെ, ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ആറാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടായെന്ന് വരാം. അതായത് പിതാവിൽ നിന്ന് എന്തെങ്കിലും ഒരു തടസ്സം, ഒരു ശത്രുത എന്ന് പറയണമോ എന്നറിയില്ല, പക്ഷേ ഒരു ഒബ്സ്റ്റക്കിൾ അവിടെ തടസ്സം വരാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന്, അതോറിറ്റിയിൽ നിന്ന്, ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന്. പിന്നെ ഈ ആറാം ഭാവം എന്നത് ഏത് രാശിയാണെന്ന് ഒരു കാര്യം, ആറാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു എന്നൊരു കാര്യവും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ ആറാം ഭാവത്തിലെ സൂര്യൻ എന്നത് നിങ്ങളോട് ആൾക്കാർക്ക് എന്തൊക്കെ കാര്യത്തിൽ അസൂയ ഉണ്ടാകും എന്നത് കൂടി കാണിക്കുന്നു. അതായത് നിങ്ങളുടെ ജാതകത്തിൽ ആറാം ഭാവത്തിലാണ് സൂര്യൻ ഉള്ളതെങ്കിൽ നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നു, നിങ്ങളുടെ ആ ഒരു പിതാവിൻ്റെ സ്റ്റാറ്റസ്, അതായത് തറവാടിത്തമുള്ള പ്രൗഢമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അതായത് അങ്ങനത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ആൾക്കാർക്ക് നിങ്ങളോട് ഒരു അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ വ്യാഴത്തിൻ്റെ രാശിയിലാണ് ഈ ആറാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അതായത് സൂര്യൻ ധനുവിലോ സൂര്യൻ മീനത്തിലോ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. വ്യാഴത്തിൻ്റെ രാശിയിലാണ്. വ്യാഴം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു നോളജിലും, കാരണം ഈ വ്യക്തി പൊസിഷനിലിരിക്കുന്നത് ഇത്രയും നല്ല അറിവുള്ളത് കൊണ്ടാണ്. എവിടെ നിന്നാണ് ഈ അറിവൊക്കെ കിട്ടുന്നത്? എന്നിട്ട് ഈ വ്യക്തിക്ക്, അതായത് നിങ്ങളോട് അസൂയുള്ള ആൾക്കാരും ആ ലെവലിലുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് കിട്ടുന്നില്ലല്ലോ ഈ വ്യക്തിയുടെ സേവനം, ഈ വ്യക്തി ഇന്ന ആളുടെ കീഴിലല്ലേ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്നതല്ലേ ചെയ്യുന്നത്. ഈ വ്യക്തിക്ക്, അതായത് സൂര്യൻ ആറാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ രാശികൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഈഗോയും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇവരുടെ വിജയത്തിലും ഇവരുടെ ഒരു നെയിം ഫെയിം കാര്യങ്ങളിലും മാത്രമല്ല ഇവർ വരുന്ന കുടുംബ ബാക്ക്ഗ്രൗണ്ടും ഇവരുടെ ഇൻഫ്ലുവൻസും ഒക്കെ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജാതകത്തിൽ സൂര്യൻ ആറാം ഭാവത്തിലുണ്ടാകുമ്പോൾ ഈ ഒരു ഉയർന്ന തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളെ ഒന്ന് നോട്ടമിട്ട് വച്ചിരിക്കുന്നതും. അപ്പോൾ അവരുമായിട്ട് ഇഷ്യൂ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവർക്ക് എന്തായാലും നിങ്ങളോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അസൂയയും ഉണ്ടാകും. നിങ്ങൾ വരുന്ന ആ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ട് അവർക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു അസൂയ ഉണ്ടാകും. കാരണം ഞാൻ ഇന്ന പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ഇവർക്കാണ് എന്നെക്കാളും അംഗീകാരം കിട്ടുന്നത്, ഈ വ്യക്തിക്കാണ് എന്നെക്കാളും പ്രശസ്തിയുള്ളത്, ഈ വ്യക്തി എന്നെക്കാളും എലിജിബിളായിട്ട് ആൾക്കാർ കണക്കാക്കുന്നു, ഞാൻ ഇന്ന പദവിയിലായിട്ട് കൂടി എനിക്ക് ആ ഒരു വ്യക്തിത്വം ഇല്ലല്ലോ, എനിക്ക് ആ ഒരു ഇദ്ദേഹത്തിനുള്ള ആ ഒരു അവസ്ഥ, ആ അംഗീകാരം എനിക്കില്ലല്ലോ, ആ ഒരു ഇൻസെക്യൂരിറ്റി പലർക്കും ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളോട് അവർക്ക് അസൂയം ഉണ്ടാകുന്നത്. അപ്പോൾ ആറാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾ നിങ്ങളോട് ആർക്ക് എന്ത് കാര്യത്തിൽ അസൂയം ഉണ്ടാകും എന്നത് മനസ്സിലാക്കാനുള്ളൊരു ഇൻഡിക്കേഷൻ തരുന്ന ഒരു ഭാവം തന്നെയാണത്, അതിലെ ഗ്രഹങ്ങളും. ഇപ്പോൾ ശുക്രനാണ് നിങ്ങളുടെ ആറാം ഭാവത്തിലിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആകർഷണീയത, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കഴിവുകൾ, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, സൗന്ദര്യമായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാർക്ക് നിങ്ങളോടൊരു അസൂയ ഉണ്ടാകും. ഈ വ്യക്തി എന്ത് നന്നായിട്ട് വേഷം ധരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് അത്ര വലിയൊരു പദവിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് അത്ര വലിയൊരു അഹംഭാവവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആയിക്കോട്ടെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ, അപ്പോൾ നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാർ ഒരുപക്ഷെ ഒരുപാട് വില കൂടിയ വസ്ത്രങ്ങളായിരിക്കാം അവരുപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ധരിക്കുന്നു, നിങ്ങൾ എന്ത് പെർഫ്യൂം ഉപയോഗിക്കുന്നു, നിങ്ങൾ എങ്ങനെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ അണിഞ്ഞൊരുങ്ങുന്ന രീതി, ഇത് അവർക്ക് എപ്പോഴും ഇൻസെക്യൂരിറ്റി കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളോടൊരു അസൂയ വരും. അതായത് അവരുടെ കാര്യത്തെക്കാളും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കും. അപ്പോൾ മാത്രമല്ല നിങ്ങളുടെ ജീവിത പങ്കാളിയോടും അവർക്കൊരു അസൂയ വരും. ഇനിയും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ആറാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടാകുമ്പോൾ വ്യാഴമുണ്ടായാലും, ആറാം ഭാവത്തിൽ വ്യാഴമുണ്ടെങ്കിൽ പോലും എത്ര നല്ല ജീവിത പങ്കാളിയാണ് ഇവർക്ക് കിട്ടിയത്, ഇവർക്ക് എന്തൊരു ഭാഗ്യം, ഇവർ ഇയാളെ അർഹിക്കുന്നില്ല, ഇയാൾക്ക് പറ്റിയതല്ല എന്ന് അവർ തീരുമാനിക്കും. ആ തരത്തിലുള്ള അസൂയ വരുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണിത്. പ്രത്യേകിച്ച് ശുക്രനാകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. കാരണം ഇവരെയാണല്ലോ ഇയാൾക്ക് ലഭിച്ചത്. എന്തൊക്കെ ഗുണങ്ങൾ ഈ വ്യക്തിക്കുണ്ടെന്നോ, ഇവരുടെ ജീവിതം എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ശ്രേഷ്ഠനാണെന്ന് വിചാരിക്കുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ലൈഫിൽ ഇവരുമായിട്ട് എങ്ങനെയാണെന്നോ, ഈ ഒരു ആറാം ഭാവത്തിൽ ശുക്രനുള്ള വ്യക്തിയുടെ അവർക്ക് യോഗ്യനായിട്ടുള്ള ഒരാളാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പുറമേ അറിയാതെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ വിചാരിക്കുക, നിങ്ങളോട് ശത്രുത തോന്നുക എന്നത്.
അതായത് ആ പങ്കാളിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇവർ മാച്ചല്ല എന്ന് നാട്ടുകാർ തീരുമാനിക്കുന്ന ഒരവസ്ഥയും ഈ 6-ാം ഭാവത്തിൽ വ്യാഴമുണ്ടായാലും ശുക്രനുണ്ടായാലും അത് തരാറുണ്ട്. അതുമാത്രമല്ല, എന്തൊരു ഭാഗ്യവാനാണ്, എത്ര നല്ല ഉദ്യോഗമുള്ള പങ്കാളിയാണ് ലഭിച്ചിരിക്കുന്നത്, ഇദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്പാരിസൺ നടത്താൻ സാധ്യതയുള്ള കോമ്പിനേഷൻസാണിത്. നമ്മൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഈ ഒരു കമ്പാരിസൺ നാട്ടുകാർ നടത്തിയിരിക്കും. അതായത് ഒരുതരം അസൂയയാണത്, ഒരു വെല്ലുവിളിയാണ്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? വെല്ലുവിളിയാണ്, നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങളാണ്. അപ്പോൾ അത് വൈകാരികമായ തരത്തിൽ വരുമ്പോൾ, അതായത് നിങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ ചിന്തിക്കുന്നു. ഇത് തന്നെയാണ് ശനി 6-ാം ഭാവത്തിലുണ്ടാകുമ്പോൾ. ഈ വ്യക്തി എപ്പോഴും ഓഫീസിൽ വരുന്നു പോകുന്നു, ഇയാൾ ലീവൊന്നും എടുക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാലും ഈ വ്യക്തി ജോലിക്ക് വരും. ഇനി വലിയ എന്തെങ്കിലും ഒരു അസുഖം വന്നാലും 4 ദിവസം കഴിഞ്ഞാൽ ഓഫീസിലെത്തും. അതായത് ലീവ് എടുക്കുന്നില്ല. എത്ര ശുഷ്കാന്തിയോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മേലധികാരിക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, രഹസ്യങ്ങളൊക്കെ ഈ മനുഷ്യനെയാണ് ഏൽപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു ശുഷ്കാന്തിയിൽ, നിങ്ങളുടെ ആ ഒരു കഴിവിൽ മറ്റുള്ളവർക്ക് അസൂയ വന്നു എന്ന് വരാം. നിങ്ങളുടെ ആരോഗ്യത്തിലാണെങ്കിലും ചിലപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായി ബാധിക്കാതെ ഇവർക്ക് ആ ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വ്യക്തികളോട് അസൂയ തോന്നുന്നത്. അതുമാത്രമല്ല, ഇവരുടെ കഴിവുകളിലും, അതായത് വലിയൊരു ടാസ്ക് ആണെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം കൊടുത്തിരിക്കുകയാണ്, പക്ഷേ ഒരു പരാതിയും ഇല്ലാതെ ഓഫീസിൽ ആരോടും പരാതിയൊന്നും പറയുന്നില്ല. ഇതെന്താണ് എനിക്ക് തന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇമ്പോസിബിളാണ് എന്നൊന്നും പറയാതെ അതിനെ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അതിനെ രാവും പകലും ഇരുന്നിട്ട് വളരെയധികം ക്ഷമയോടുകൂടി ആ ജോലി തീർത്ത് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക്, അത് എപ്പോഴും സഹപ്രവർത്തകരുടെ, മേലധികാരിയുടേതാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അത് നമുക്ക് നോക്കണം, മേലധികാരിക്ക് കൂടി ഇദ്ദേഹത്തോട് അസൂയ ഉണ്ടോ എന്നൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളി കൊണ്ട് കൊടുക്കാം. വ്യക്തിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്നത് അതിനെ ചൊല്ലിയൊരു വെല്ലുവിളി, ഒരു അസൂയ മറ്റുള്ളവർക്ക്. ഈ വ്യക്തിയുടെ ആ ഒരു കാര്യക്ഷമതയെ, ഈ വ്യക്തിയുടെ ആ ഹാർഡ് വർക്കിനോടുള്ള ഒരു അസൂയ മാത്രമല്ല, ചിലപ്പോൾ അത് ആരോഗ്യത്തോടാണെങ്കിലും എല്ലാ ദിവസവും ഓഫീസിൽ വരുന്നു, ലീവ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ വളരെയധികം കുറവാണ് ലീവ്. അദ്ദേഹത്തിന് ഈ ഓഫീസോട് വലിയ ഇഷ്ടമാണോ? ശരിക്കും അത് ഓരോരുത്തരുടെയും ജാതകത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പറയുകയാണെങ്കിൽ കന്നി ലഗ്നത്തിലെ ഒരാളുടെ ശനി 6-ാം ഭാവത്തിൽ കുംഭത്തിലാണെങ്കിൽ തീർച്ചയായും കാലത്തിനനുസരിച്ചിട്ട് ജോലി ചെയ്ത് അതായത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് പ്രയത്നിച്ച് ആവുമ്പോഴാണ് നല്ലൊരു പോസ്റ്റിലെത്തുന്നതും വളരെയധികം നല്ല സാലറി ഉള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താൻ പറ്റാറുണ്ട് ഇവർക്ക്. കാരണം 6-ാം ഭാവത്തിൽ കുംഭത്തിലെ ശനിയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇവരോട് വളരെ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് അസൂയ തോന്നും, എങ്ങനെ ഈ വ്യക്തി ഇത് ചെയ്യുന്നു, അതുപോലെ ഒരുപാട് ലീവ് എടുക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ അവർക്കുണ്ടാകും. അതൊരു തരം ശരിക്കും ആൾക്കാർ ഒരു അസൂയയോടെ നോക്കിക്കാണും. മാത്രമല്ല, ഈ വ്യക്തിയെപ്പറ്റി, ശനി 6-ാം ഭാവത്തിലുള്ള വ്യക്തിയെപ്പറ്റി പൊതുവേ ഈ വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി അധികം ആരും കുറ്റം പറയില്ല. കാരണം എഫിഷ്യൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഒരു മേലധികാരിയൊക്കെ ആണെങ്കിലും ഒക്കെ പിന്നിൽ നിന്നും ഈ വ്യക്തി നല്ല ജോലിയാണ് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയായിരിക്കും പറയുന്നത്. അതും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കി കൊടുക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലിയെപ്പറ്റി ആരും കുറ്റം പറയുന്നില്ലല്ലോ എന്നത്. അപ്പോൾ എപ്പോഴും ആ ശനിയെ സംബന്ധിച്ചിട്ടുള്ള കാരകത്വങ്ങളെപ്പറ്റി ഒരു അസൂയ മറ്റുള്ളവർക്കുണ്ടായി എന്ന് വരാം. ഒരു ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ബുധൻ്റെ കാര്യത്തിൽ, ബുധൻ 6-ാം ഭാവത്തിലുണ്ടാകും. ഏത് രാശിയിലിരിക്കുന്നത് നമ്മൾ നോക്കണം. മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ദശാകാലങ്ങൾ മുഖ്യമാണ്. ദശാകാലമാണ് ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വാക്ക് പറയുന്നത്. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബുധനാണെങ്കിൽ 6-ാം ഭാവത്തിൽ മറ്റുള്ളവർ ഈ വ്യക്തിയെപ്പറ്റി ഏത് സാഹചര്യത്തിലും കുലുങ്ങാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. എല്ലാം ലൈറ്റായിട്ട് എടുക്കുന്നു. എത്ര വലിയ ഒരു പ്രശ്നമാണ്, ഒരു ആരോപണമാണ് ഇദ്ദേഹം കേട്ടത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് ഇന്ന് ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തി, പക്ഷേ ഈ വ്യക്തിക്ക് അത് ഏൽക്കുന്നേ ഇല്ല. വെറുതെ ചിരിച്ച് കളിച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരുടെയും ജോലിയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ആർക്കും അന്ന് രാത്രി ഉറങ്ങാനോ, അതായത് ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, വിഷമമാണ്. പക്ഷേ ഈ വ്യക്തി വളരെ സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. കാരണം ഒരു ലൈറ്റ് ഹാർട്ടഡ് ആണ്, വളരെയധികം അത് തമാശയായിട്ട് എടുക്കുകയും ചെയ്യും ചില കാര്യങ്ങൾ. അതങ്ങനെ ശരിയായിക്കോളും, ആ ഒരു ശുഭാപ്തി വിശ്വാസം. മാത്രമല്ല, 6-ാം ഭാവത്തിലെ ബുധൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു കഴിവുകൾ, ഇവരുടെ ഒരു അറിവ്, നോളജ്, ഇത് തന്നെയാണ് വ്യാഴത്തിനെയും. 6-ാം ഭാവത്തിലെ വ്യാഴമാണെങ്കിലും ഈ വ്യക്തിക്കുള്ള നോളജ് എന്നത് ഇതിൽ ബുധനാണെങ്കിൽ ഇവരുടെ ഒരു സ്കിൽസ് എന്നത്
എങ്ങനെ ആ ഒരു ലോജിക്കൽ അനാലിസിസ് ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങളെ ടാക്കിൾ ചെയ്യുന്നു, എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ഇതിനൊക്കെ ആൾക്കാർക്ക് ഒരു അസൂയ, ഒരു പിന്നിൽ നിന്ന് അവരെ ഒന്ന് നിരീക്ഷിക്കുകയും അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ വ്യക്തി ഇത്രയും എന്താ പറയുക എഫിഷ്യൻ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളെയും ലോജിക്കലി അനലൈസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ലോജിക്കൽ പോയിൻ്റ് നമ്മുടെ മനസ്സിൽ വന്നില്ലല്ലോ, ഇദ്ദേഹം അതിനെ എങ്ങനെ സോൾവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ഇദ്ദേഹത്തോട് കുറച്ചൊരു അസൂയയോടെ നോക്കിയെന്ന് വരാം. വ്യാഴമാണെങ്കിൽ പോലും 6ാം ഭാവത്തിൽ വ്യാഴം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു അസൂയ ഉണ്ടാകും. എങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടി എന്നുള്ളൊരു ചിന്ത നാട്ടുകാർക്ക് തോന്നിയെന്ന് വരാം. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും അവർക്കറിയേണ്ട ഒരു കാര്യമില്ല. അതുമാത്രമല്ല ഈ ഒരു അറിവിൻ്റെ കാര്യം. അപ്പോൾ പലപ്പോഴും അറിവ് നേടുന്നതിൽ ബുധനും വ്യാഴവും 6ാം ഭാവത്തിൽ ഉണ്ടാകുമ്പോൾ ഗോചരത്തിൽ വരുമ്പോഴും അത് കാണാവുന്നതാണ്. ഗോചരത്തിൽ 6ാം ഭാവത്തിൽ ബുധനും വ്യാഴമൊക്കെ വരുമ്പോഴും ഈ ഒരു ഇത് കാണാം. എങ്ങനെ ഈ വ്യക്തി ഇത് അറിഞ്ഞു, ഈ വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു ഐഡിയ കിട്ടി. ഇതിൽ നമുക്കും തോന്നും എന്തിനാണ് അസൂയപ്പെടുന്നത്, ഒരാൾക്ക് അറിവ് കിട്ടിയതിൽ നിങ്ങൾക്കും പോയിരുന്ന് പഠിച്ചുകൂടെ, അല്ലെങ്കിൽ ഇവർ പഠിച്ച കോഴ്സുകളൊക്കെ നിങ്ങൾക്കും പഠിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതാണ് കാര്യമെന്നത്. പക്ഷേ ഇതിൽ ശുക്രൻ ചന്ദ്രനൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ആകർഷണീയതയിൽ, ഈ വ്യക്തിയുടെ ഒരു ആകർഷണീയമായിട്ടുള്ള വ്യക്തിത്വം, ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു എന്ന് വരാം. ഇവിടെ ഞാൻ വളരെ ജനറലായിട്ട് ഒരു സർഫേസ് ലെവലിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. 6ാം ഭാവാധിപൻ എവിടെയിരിക്കുന്നു, 6ാം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, 6ാം ഭാവത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട്, ഗ്രഹദൃഷ്ടിയായാലും രാശിദൃഷ്ടിയായാലും അതൊക്കെ ഇതിൻ്റെ ഫ്ലേവറിൽ മാറ്റം വരുന്നതാണ്. മാത്രമല്ല ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസവും വരുന്നുണ്ട്. എപ്പോഴും ഒരുപോലല്ല. കന്നി ലഗ്നത്തിലെ ഒരാൾക്ക് 6ാം ഭാവത്തിൽ ശനി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശനിയുടെ മഹാദശ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുധൻ്റെ മഹാദശയാണെങ്കിലും വ്യാഴത്തിൻ്റെ മഹാദശ കാലങ്ങളിലും വ്യത്യസ്ത അനുഭവങ്ങൾ വരും. ദശാനാഥനിൽ നിന്ന് ശനി എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടൊക്കെ. അപ്പോൾ എപ്പോഴും ഒരുപോലെയല്ല. ഇത് വളരെ ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കർക്കിടകം ലഗ്നക്കാരൻ, അദ്ദേഹത്തിൻ്റെ 6ാം ഭാവം വ്യാഴത്തിൻ്റെ രാശിയാണ്, ഗുരുവിൻ്റെ രാശിയാണ്. അതായത് ഓൾറെഡി ആ ഒരു ഭാവം എന്നത് ആരാണ്, ദേവഗുരു ബൃഹസ്പതിയുടെ രാജകൊട്ടാരത്തിലിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ഭാവമാണ് അവിടെ വ്യാഴത്തിന്. ആ വ്യാഴത്തിൻ്റെ രാശിയാണ് കർക്കിടകം ലഗ്നക്കാർക്ക്. അതായത് ഇമോഷണലി ചിന്തിക്കുന്ന വൈകാരികതയുടെ രാശിയായിട്ടുള്ള അവർക്ക് കിട്ടിയിരിക്കുന്നത് 6ാം ഭാവമായിട്ട് ധനുവാണ്. അപ്പോൾ ഈ ഗുരുവിൻ്റെ രാശിയിൽ ശുക്രനും ചന്ദ്രനും ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ജന്മത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗുരുജനങ്ങൾ ആരാണ്, ശുക്രനും ചന്ദ്രനും ഒക്കെ ആകുമ്പോൾ ആരാണ് അവിടെ, സ്ത്രീകൾ, ഫീമെയിൽ ടീച്ചേഴ്സിനെ, ഫീമെയിൽ ആസ്ട്രോളജേഴ്സ് ആയിക്കോട്ടെ. അതായത് ഇവിടെ ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഫെമിനേറ്റി വന്നു കഴിഞ്ഞിരിക്കുന്നു. ശുക്രനൊക്കെ ആകുമ്പോൾ, ചന്ദ്രനും ശുക്രനൊക്കെ വരുമ്പോൾ അത് മാതാവും നിങ്ങളുടെ ഗുരു തന്നെയാണ്. നിങ്ങളുടെ ആദ്യത്തെ ഗുരു എന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ഇവരുമായിട്ടൊന്നും നിങ്ങൾ ശത്രുത പുലർത്താതിരിക്കുക. മാത്രമല്ല അത്തരം കാര്യങ്ങൾ പറയുകയോ പ്രൊവോക്ക് ചെയ്യുകയോ ചെയ്യരുത്. മാത്രമല്ല ഇപ്പോൾ ഒരു അധ്യാപികയെ പറ്റി മറ്റൊരു അധ്യാപകൻ്റെ അടുത്ത് പോയി പറയാതിരിക്കുക. എന്തെങ്കിലും തരത്തിൽ ഈ അധ്യാപകനുമായിട്ട്, അതിപ്പോൾ ഒരു ആസ്ട്രോളജറിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തികളുമായിട്ട്, അത് പ്രത്യേകിച്ച് 6ാം ഭാവം എന്നത് പറയുമ്പോൾ നമ്മുടെ പ്രാരാബ്ധമാണ്, നമ്മളത് കേൾക്കാനും അനുഭവിക്കാനും വിധിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ അതേസമയം ഇത് വെല്ലുവിളിയും സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ട് ധൈര്യപൂർവ്വം ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നതുമാണ്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതുകൊണ്ട് ഇത്തരം ഭാവങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് മെസ്സപ്പ് ആവാതിരിക്കുക. 6ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ ചന്ദ്രനും ശുക്രനും ഒക്കെ വരുമ്പോൾ ഫീമെയിൽ ആസ്ട്രോളജേഴ്സ്, ഫീമെയിൽ അധ്യാപകർ, ഫീമെയിൽ ടീച്ചേഴ്സ്, അങ്ങനെ അതായത് സ്ത്രീകൾ അതായത് ഇത്തരം ആൾക്കാരുമായിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാനോ അവരെ പ്രൊവോക്ക് ചെയ്യാനോ അവരുടെ ശത്രുതാ ശാപം ഏറ്റുവാങ്ങാനോ പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കുക. അതായത് നമ്മൾ മനഃപൂർവ്വം 6ാം ഭാവത്തെ നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ പോകരുത്. ഇപ്പോൾ ചൊവ്വയൊക്കെ 6ാം ഭാവത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് നിങ്ങളോട് എന്തിനാണ് അസൂയ ഉണ്ടാകുന്നത്, എന്തൊരു ധൈര്യമാണ്, എന്ത് കാര്യവും ഏത് വെല്ലുവിളിയും നേരിടാനുള്ള ഒരു ധൈര്യമുണ്ട്, സംഘർഷങ്ങളെ അതിജീവിക്കുന്നു. നമ്മൾ വിചാരിക്കും ഈ വ്യക്തി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഫെയിലായി പോകും. കാരണം ചില കാര്യങ്ങളിൽ ചില ആൾക്കാർ ഫെയിലാവുമല്ലോ. പക്ഷേ ഈ വ്യക്തിയാണെങ്കിൽ ഒന്നിലും ഫെയിലാവുന്നില്ല. 6ാം ഭാവത്തിലൊക്കെ ചൊവ്വയുണ്ടാകുമ്പോൾ ഏത് കാര്യം ഇദ്ദേഹം ഏറ്റെടുത്തുവോ. ഇപ്പോൾ ചില അഡ്വക്കേറ്റ്സിൻ്റെ ജാതകത്തിലും സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ ജാതകത്തിലൊക്കെ ഈ 6ാം ഭാവത്തിൽ ചൊവ്വയെ കാണാം. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് അതൊരു പരാജയമായിട്ട് വരുന്നില്ല. സപ്പോസ് പുറമേ നമ്മൾക്ക് നോക്കുമ്പോൾ അയാൾ അതിൽ പരാജയപ്പെട്ടു,
എന്ന് പറയാമെങ്കിലും ഈ വ്യക്തിക്ക് കുലുക്കമില്ല. കാരണം വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്. ഈ ഒരു മത്സരമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു മെൻറ്റാലിറ്റിയോട്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കുലുങ്ങാത്ത ആറ്റിറ്റ്യൂഡിനോടൊക്കെ ആൾക്കാർക്ക് അസൂയമുണ്ടാകും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഇദ്ദേഹം എന്ത് ചെയ്യണം, മറ്റുള്ളവർ അതായത് മറ്റുള്ള ഇത്തരം ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ മെസ്സപ്പാവരുത്, നമ്മൾ അവരെ വെല്ലുവിളിക്കാൻ പോകരുത്, നമുക്ക് കുറച്ച് ശാന്തമായിട്ടിരിക്കാം. വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ സധൈര്യം നേരിടുക, പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത്. ബുധനും വ്യാഴവും ഒക്കെ 6ാം ഭാവത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ ആചാര്യന്മാരോടോ അധ്യാപകന്മാരോടോ അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും അവരെ തിരുത്താനും ഇവരെ ഈ കാര്യം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒന്നും നമ്മൾ തുനിയേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായിരിക്കുന്ന ലെസൺ ഈ അധ്യാപകൻ പഠിപ്പിച്ചത് അതൊരു ശരിയല്ല, അദ്ദേഹം അതിൻ്റെ കോൺസെപ്റ്റ്സ് തെറ്റായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുക. ഇദ്ദേഹത്തെ തിരുത്താൻ നമ്മൾ ആളല്ല. അതായത് 6ാം ഭാവത്തെ നമ്മൾ തൊട്ട് കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുക. 6ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിനെ നമ്മൾ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. സർക്കാരിനെ തിരുത്താൻ നോക്കുക, സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? നിങ്ങൾ 6ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ സർക്കാരുമായി ഒരു വെല്ലുവിളിക്ക് നിങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നത് ആലോചിക്കണം. അതായത് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ, എന്താണ് അതിൻ്റെ കാര്യമെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഒരു സർക്കാരിനെതിരെ ഒരാൾ കേസ് കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, 6ാം ഭാവത്തിൽ സൂര്യനുണ്ടെങ്കിൽ, പക്ഷെ എന്തിനു വേണ്ടിയാണ് ആ കേസ് കൊടുക്കുന്നത്? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയാണോ? ഒരുപാട് ആൾക്കാരുടെ കിടപ്പാടം പോകുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാനാണോ? അപ്പോൾ ആ ഉദ്ദേശ്യം എന്താണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് 6ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. ഒരു വലിയ ഉദ്ദേശ്യം, 6ാം ഭാവത്തിൽ സൂര്യൻ എന്ന് പറയുമ്പോൾ വളരെയധികം രാജകൊട്ടാരത്തിലെ ഒരു പ്രധാനിയെ പോലെയാണ്. 6ാം ഭാവത്തിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയെ പോലെയാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ എന്തെങ്കിലും കാര്യത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ബേസ് ഉണ്ടാകണം. ഒരു പ്രദേശത്തെ ജലസ്രോതസ് മുഴുവൻ വറ്റിച്ചു കളയുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ശരിയല്ല എന്ന് ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുകയാണോ? അതല്ലാതെ ചെറിയ കാര്യങ്ങളെല്ലാം, അവിടെ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ മറ്റൊരു ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഒരു താല്പര്യം രക്ഷിക്കാനാണോ? അപ്പോൾ എന്തിനാണ് എന്നത്. 6ാം ഭാവത്തിലെ ശനിയാണെങ്കിലും നമ്മൾ വെല്ലുവിളികൾ എന്തിന് ഏറ്റെടുക്കുന്നു, എന്തിനാണ് നമ്മളുടെ പോരാട്ടം എന്നത്. 6ാം ഭാവം എന്നത് നമ്മുടെ സംഘർഷമാണ്, നമ്മുടെ യുദ്ധമാണ്, നമ്മുടെ പോരാട്ടമാണ്. എന്തിനു വേണ്ടിയാണ് ആ പോരാട്ടം എന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് എൻ്റെ പ്രയോറിറ്റി, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ എനിക്ക് പരാജയം സംഭവിച്ചേക്കാം. 6ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ ഞാൻ എന്ന കാര്യം ചെയ്യാൻ പോവുകയാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ഇന്ന് ആൾക്കാർക്ക്, ഒരു വിഭാഗം ആൾക്കാർക്ക് കാടും അവരുടെ പുരയിടവും ഒക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ്. അവിടെ ജലസ്രോതസ്സുകളുണ്ട്. അപ്പോൾ ആ ഭൂപ്രദേശം നഷ്ടമാക്കാൻ പോകുന്നതിനെതിരെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വലിയൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമുണ്ട്. അതേസമയം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലാണോ നിങ്ങൾ ഇടപെടുന്നത്? അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തിന് ഞാൻ അതായത് നമ്മുടെ ഉദ്ദേശം എന്നത് ചെറിയ ലെവലിലുള്ളത് ആകരുത് എന്നതാണ്. ഓരോ ഗ്രഹത്തിൻ്റെയും കാരകത്വങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.